അതേസമയം ആദിത്യനും ആവണിയും വീട്ടിലേക്ക് വണ്ടി ഓടിച്ചുപോയി. ആവണി ഒന്നും മിണ്ടാതെ നിശബ്ദയായിരുന്നു. അവളുടെ ഹൃദയം അപ്പോഴും സന്തോഷം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ആദിത്യനെ പറ്റിയാണ് അവൾ എപ്പോഴും ആലോചിച്ചത്. അവൾ അന്നുവരെ കാണാത്ത ഒരു ആദിത്യനെയാണ് കുറച്ചു മുമ്പ് നീലിന്റെ മുമ്പിൽ വെച്ച് കണ്ടത്. താങ്ക് യു, എനിക്ക് വേണ്ടി നീലിനെതിരെ സംസാരിച്ചതിന്. ആദിത്യന്റെ പ്രതികരണം പെട്ടെന്നായിരുന്നു. ആവണി, ഞാൻ നിന്റെ ഭർത്താവാണ്. ആരെങ്കിലും നിന്നെ അങ്ങനെ അപമാനിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടില്ല. അത് നീലാണെങ്കിലും ആരാണെങ്കിലും. ആവണി അവന്റെ വാക്കുകൾ കേട്ട് ചെറുതായി പുഞ്ചിരിച്ചു. പിന്നെ അവൾ കുറച്ചു സമയം ആലോചിച്ചതിനു ശേഷം ചോദിച്ചു, അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? നമ്മൾ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നീ വളരെ ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം പറഞ്ഞില്ലേ? മുത്തശ്ശി ഒളിപ്പിച്ചു വെച്ച ആ സത്യം ഇന്ന് എല്ലാവരും അറിയുമെന്ന്. ശരിക്കും ഇന്ന് ആ സത്യം പുറത്തു വരികയും ചെയ്തു. അപ്പോ നിനക്കിത് നേരത്തെ അറിയാമായിരുന്നോ? അവളുടെ ചോദ്യം കേട്ടപ്പോൾ ആദിത്യൻ ഒരു നിമിഷം ഒന്ന് പതറി. എങ്കിലും ആദിത്യൻ ആത്മവിശ്വാസത്തോടെ തന്നെ മറുപടി പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാനാണ്? പിന്നെ ഇത്രയും വലിയൊരു കമ്പനിയെ ഒന്നും ആർക്കും എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു കഴിവുമില്ലാത്ത ഒരാൾക്ക് എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സത്യം എന്തായാലും പുറത്തു വരും. അതുതന്നെ സംഭവിച്ചു. ആവണി അത് കേട്ട് മൂളി. അതെ, നീ പറഞ്ഞത് ശരിയാണ്. വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ അവർ അങ്ങനെ പലതും സംസാരിച്ചുകൊണ്ടിരുന്നു. അതേസമയം കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തതിനെപ്പറ്റി ഷാനവാസിനോട് ചോദിക്കാൻ ഗായത്രി ദേവി ഇതിനകം തന്നെ അവരുടെ ഓഫീസിലെത്തിയിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ അവർ എന്തിനാണ് വന്നതെന്ന് ഷാനവാസിന് മനസ്സിലായി. എങ്കിലും അയാൾ ഒന്നും അറിയാത്തതുപോലെ സംസാരിച്ചു. ആ, ഗായത്രി മാഡം, ഇരിക്കൂ. ഗായത്രി അകത്തേക്ക് കയറിയെങ്കിലും അവർ ആകെ അസ്വസ്ഥയായിരുന്നു. ഷാനവാസ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീലിന്റെ ഡിസൈനിൽ ഒരു പോരായ്മയുമില്ലല്ലോ. ഞാനത് നന്നായി പരിശോധിച്ചതാണ്. നിങ്ങൾ ഈ പ്രോജക്റ്റ് ഒഴിവാക്കിയാൽ അത് അമ്പാട്ട് ഗ്രൂപ്പിന് മാത്രമല്ല, നിങ്ങളുടെ കമ്പനിക്കും വലിയൊരു നഷ്ടമായിരിക്കും. ഇതുപോലുള്ള ഒരു ഡിസൈൻ നിങ്ങൾക്ക് മറ്റെവിടെയും കണ്ടെത്താനാവില്ല. എന്നെ വിശ്വസിക്കൂ. നിങ്ങളെ ഞാൻ വിശ്വസിക്കണോ? ഷാനവാസിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഗായത്രി ദേവി, നിങ്ങൾ ഇനിയും ഇതുപോലെ എത്ര കള്ളം പറയും? അയാൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫയൽ ടേബിളിൽ തന്നെ വെച്ച് ചെയറിന്റെ പിറകിലേക്ക് ചാരി. എന്നിട്ട് ഗായത്രിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തുടർന്നു. ഇതെല്ലാം ചെയ്തതിനു ശേഷവും ഇവിടെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ നിങ്ങൾക്ക് യാതൊരു നാണക്കേടും തോന്നുന്നില്ലേ? കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ സെക്രട്ടറിയോട് പറഞ്ഞതാണല്ലോ. അവിടെ എത്തിയില്ലേ? നിങ്ങളുടെ പ്രായത്തെ ഓർത്തെങ്കിലും ഇതുപോലെ നാണം കെട്ട പരിപാടി ഇനി ചെയ്യാതിരിക്കുക. അയാളുടെ വാക്കുകൾ ഒരു കത്തി പോലെ ഗായത്രിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. ആദ്യമായി മീറ്റിയോറിൽ നിൽക്കുമ്പോൾ ഗായത്രി ദേവിക്ക് സ്വയം അപമാനം തോന്നി. മറുപടിയായി ഒരു വാക്കുപോലും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ വാച്ചിലേക്ക് നോക്കി. എന്നിട്ട് ധൃതി കൂട്ടുന്നത് പോലെ നിന്നു. എന്തായാലും എനിക്ക് നിങ്ങളുടെ കുമ്പസാരം കേൾക്കാനുള്ള നേരമില്ല. ഞാൻ നിങ്ങളെ വെറുതെ വിടാനും പോകുന്നില്ല. ഈ തെറ്റിന് തീർച്ചയായും നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ഷാനവാസിന്റെ ഓരോ വാക്കും ഗായത്രി ദേവിയെ ഉലച്ചു. ആ സമയം പുറത്തുനിന്ന് എല്ലാം രഹസ്യമായി കേട്ടുകൊണ്ടിരുന്ന നീൽ അനുവാദമില്ലാതെ ക്യാബിനിലേക്ക് കയറി വന്നു. അതുകൂടെ കണ്ടപ്പോൾ ഷാനവാസിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് ഗായത്രി ദേവി പെട്ടെന്ന് ഇടപെട്ടു. ഷാനവാസ്, എനിക്കെതിരെ ആരാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നെ വിശ്വസിക്കൂ. നീൽ തന്നെയാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയത്. ഞാൻ ഉറപ്പ് പറയുന്നു. ഉറപ്പോ? ഷാനവാസ് പരിഹാസത്തോടെ ചോദിച്ചു. ഈ നിൽക്കുന്ന ഇവന്റെ തലയിൽ നിന്നാണ് ആ ഡിസൈൻ വന്നതെന്ന് ഞാൻ വിശ്വസിക്കണോ? നിങ്ങളെന്താ തമാശ പറയുകയാണോ? ഗായത്രി ദേവി പിന്നെയും കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. പ്ലീസ്, നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നിങ്ങളെക്കാൾ കൂടുതൽ കാലം ഈ ഡിസൈൻ ഫീൽഡിലുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ കഴിവുകൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. മറ്റൊരാളുടെ വാക്കുകേട്ട് നിങ്ങൾ എന്റെ കമ്പനിയെ തള്ളി പറയരുത്. അപ്പോഴേക്കും ഷാനവാസിന്റെ ശബ്ദം ദേഷ്യം കൊണ്ടുയർന്നു. ഗായത്രി ദേവി, നിങ്ങൾ എന്താണ് കരുതിയത്? ഞാൻ വെറുതെ സമയം കളയാൻ വേണ്ടിയാണ് ഈ ചെയറിൽ വന്നിരിക്കുന്നതെന്നോ? ഇതുപോലെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ഉണ്ടാക്കാൻ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ഡിസൈൻ കടന്നു പോകേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണെന്നും എനിക്കറിയാം. ഇവൻ ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഇവന്റെ മുമ്പത്തെ ചില വർക്ക്സ് കണ്ടിട്ടുണ്ട്. അയാളുടെ നോട്ടം നീലിന്റെ കണ്ണുകളിലേക്ക് തുളച്ചു കയറി. ഷാനവാസ് തുടർന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ ഡിസൈനിന്റെ യഥാർത്ഥ ഓണറുടെ പേര് എനിക്ക് വേണം. അതും എത്രയും പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. മീറ്റിയോർ കമ്പനി ഈ ഡിസൈൻ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ ആളിനെ അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ ആകെ നാണം കെടും. കാരണം ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓണറായ പള്ളിക്കൽ കുടുംബത്തിലെ കൊച്ചു തമ്പുരാനും ഇതിന്റെ സത്യം അറിയാം. ഗായത്രി ദേവിയുടെ കാലിനടിയിൽ നിന്ന് ഭൂമി വഴുതുന്നത് പോലെ തോന്നി. നീൽ പോലും ഞെട്ടലോടെ ഷാനവാസിനെ നോക്കി. ഷാനവാസ് പിന്നെ ഗൗരവത്തോടെ പറഞ്ഞു, ഇനി ഇവിടെ നിന്നും പോകൂ, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന ആളുകളുമായി ബിസിനസ് ചെയ്യാൻ തന്നെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എങ്കിലും യഥാർത്ഥ ഡിസൈനറുടെ പേര് എനിക്ക് വേണം. ഗായത്രി ദേവി വേഗം തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഓരോ ചുവട് കൂടുന്തോറും അവരുടെ ദേഷ്യം കൂടുതൽ കത്തിക്കൊണ്ടിരുന്നു. ഓഫീസിലെ എല്ലാവരും നിശബ്ദരായി അവരും നീലും പോകുന്നത് നോക്കി നിന്നു. മീറ്റിയോറിന് പുറത്തെത്തിയപ്പോഴേക്കും ഗായത്രിയുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു.
അവരെ ഇത്രയും അസ്വസ്ഥതയോടെ നീൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. അവൻ അവരെ സമാധാനിപ്പിച്ചു. മുത്തശ്ശി, അത് വിട്ടേക്ക്. എന്തിനാണ് ആ മനുഷ്യന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഇനി ഈ കമ്പനിയുമായി ചേർന്ന് ജോലി ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഷട്ടപ്പ്! ഗായത്രി ദേവി പൊട്ടിത്തെറിച്ചു. ഇനി നീ മിണ്ടരുത്. മുത്തശ്ശി, അത് പിന്നെ ഞാൻ... നീൽ ഭയത്തോടെ പിറുപിറുത്തു. നമ്മുടെ കമ്പനിയുടെ ഇമേജ് മുഴുവൻ നീ നശിപ്പിച്ചു. എന്നിട്ട് എന്റെ മുമ്പിൽ നിൽക്കാൻ യാതൊരു നാണക്കേടുമില്ലല്ലോ. പക്ഷേ മുത്തശ്ശി... എന്നാൽ ഗായത്രി ദേവി അവനെ പറയാൻ സമ്മതിക്കാതെ ദേഷ്യം കൊണ്ട് അലറി. എനിക്ക് മനസ്സിലാകുന്നില്ല. ആദ്യം പള്ളിക്കൽ കുടുംബം വേദികയുടെ വിവാഹ പാർട്ടിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ ഇവിടെയും. അവർ എന്തിനാണ് നമ്മുടെ പിന്നാലെ വരുന്നത്? ആവണി അവരുടെ മനസ്സിൽ നമുക്കെതിരെ വിഷം കുത്തിവെച്ചതാണോ? നീൽ അത്ഭുതത്തോടെ പിറുപിറുത്തു. ഇത്രയും വലിയൊരു കളി അവൾ കളിക്കുമെന്ന് ഞാൻ ചിന്തിച്ചതുപോലുമില്ല. ഗായത്രി ദേവി ഒന്ന് മൂളി. കാര്യങ്ങൾ വഷളാകുന്നതിനും നമ്മൾ കൂടുതൽ കുഴപ്പത്തിലാവുന്നതിനും മുമ്പ് ആവണിയുടെ ഡിസൈൻ അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. എന്നാൽ നീൽ ദേഷ്യത്തോടെ പ്രതികരിച്ചു. പക്ഷെ മുത്തശ്ശി, ഞാൻ അങ്ങനെ ചെയ്താൽ പിന്നെ ആവണി കമ്പനിയുടെ ഡിസൈൻ ഡയറക്ടറാവും. പിന്നെ അവൾ നമ്മുടെ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങും. നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ചെയർമാൻ നമുക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് മതി, നമ്മളെല്ലാം നശിച്ചു പോകും. പിന്നെ നമുക്കൊക്കെ തെരുവിലിറങ്ങി തെണ്ടാം. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ആവണിയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ. മനസ്സില്ലാ മനസ്സോടെ നീൽ തന്റെ ഫോൺ പുറത്തെടുത്തു. ആവണിയുടെ നമ്പർ ഡയൽ ചെയ്തു. എന്നിട്ട് നിസ്സഹായതയോടെ മുത്തശ്ശിയെ നോക്കി. അതിനിടയിൽ ആവണിയും ആദിത്യനും വീട്ടിലെത്തിയിരുന്നു. അവർ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ആവണിയുടെ ഫോൺ സ്ക്രീനിൽ നീലിന്റെ പേര് മിന്നിമറയുന്നത് ആദിത്യൻ ശ്രദ്ധിച്ചു. ആദിത്യൻ ഉടൻ തന്നെ ഫോണിനായി കൈനീട്ടി. ഹലോ. അവൻ ഫോൺ ചെവിയിലേക്ക് വെച്ച് സംസാരിച്ചു. അവന്റെ ശബ്ദം കേട്ട നീൽ ദേഷ്യത്തോടെ പറഞ്ഞു, നീ ആവണിക്ക് ഫോൺ കൊടുക്ക, എനിക്ക് അവളോടാണ് സംസാരിക്കേണ്ടത്. ആദിത്യൻ ഉടനെ മറുപടി നൽകി. ആവണിക്കിപ്പോൾ സംസാരിക്കാൻ ഒരു മൂഡില്ല, നീ പിന്നെ വിളിക്ക്. ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ നിനക്ക് എന്നോട് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുഞ്ചിരിയോടെ ആവണിയെ നോക്കി. നീൽ അലറി, നിനക്ക് ഭ്രാന്താണോ? എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നീ ആരാ? നിന്നെ ഞങ്ങൾ അവിടെ വന്ന ഒരു പാഠം പഠിപ്പിച്ചോളാം. ശരി, ഒരു പ്രശ്നവുമില്ല. ആദിത്യൻ മെല്ലെ മറുപടി നൽകി. ഉടനെ ആ കോൾ കട്ട് ചെയ്തു. ആവണി അത്ഭുതത്തോടെ അവനെ നോക്കി. ആദിത്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു, മുത്തശ്ശി ഇപ്പോൾ തന്നെ ഇവിടെ എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. നീ വേഗം അവരെ കാണാൻ തയ്യാറായിക്കോളൂ. ആവണി അമ്പരപ്പോട് ചോദിച്ചു, മുത്തശ്ശിയോ? അവരെന്തിനാ ഇവിടെ വരുന്നത്? നിന്നോട് ക്ഷമ ചോദിക്കാൻ. അല്ലാതെ എന്തിനാ? ആവണി സംശയത്തോടെ നിന്നു. എന്നോട് ക്ഷമ ചോദിക്കാനോ? ആ സ്ത്രീ ആരോടും ക്ഷമ ചോദിക്കില്ല. അങ്ങനെ ഒന്ന് സ്വപ്നത്തിൽ പോലും ആരും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഇത്തവണ അത് സംഭവിക്കും. ഇത് കേട്ട് ആവണി അവനെ ഒന്ന് അടിമുടി നോക്കി. പിന്നെ ഇരുവരും ചിരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോയി. അതേസമയം നീലും ഗായത്രി ദേവിയും മീറ്റിയോറിന് പുറത്ത് നിൽക്കുകയായിരുന്നു. നീൽ ദേഷ്യത്തോടെ പറഞ്ഞു, ആ ദുഷ്ടൻ എന്റെ കോൾ കട്ട് ചെയ്തു. ഗായത്രി ദേവി ഒന്ന് തലയാട്ടി. ഇപ്പോൾ ഗോൾ അവന്റെ പോസ്റ്റിലാണല്ലോ. എന്തായാലും ഞാൻ പോയി ആവണിയോടും ആ ആദിത്യനോടും സംസാരിക്കാം. ഇനി വേറെ വഴിയില്ല. നീലൊന്ന് സംശയിച്ചു. പിന്നെ വേഗം തന്നെ കാർ സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്നും പോയി. യാത്രയിലുടനീളം ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി ഇരുവരുടെയും കണ്ണുകളിൽ ദേഷ്യം പുകഞ്ഞു നിന്നു. താമസിയാതെ അവർ ആവണിയുടെ വീട്ടിലെത്തി. അവർ പുറത്തിറങ്ങിയപ്പോൾ ഗായത്രി ദേവി നീലിനോട് ബെല്ലടിക്കാൻ ആംഗ്യം കാണിച്ചു. നീൽ ദേഷ്യത്തോടെ ബട്ടൺ അമർത്തി. വാതിൽ തുറന്നു വന്ന ആദിത്യൻ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. വെൽക്കം, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ഗായത്രി ദേവി ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. ഗായത്രി ദേവിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? മീറ്റിയോറിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിൽ ആദിത്യൻ വിജയിക്കുമോ? ആവണിയുടെ പ്രോജക്റ്റിന്റെ പണി ഒടുവിൽ ആരംഭിക്കുമോ?